ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ നിന്നും 1-ാം അധ്യായം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അഹശ്വേരോശ് രാജാവിൻ്റെ കാലത്ത് ഹിന്ദുദേശം മുതൽ, നമുക്കറിയാം ഹിന്ദുദേശം എന്ന് പറയുമ്പോൾ ഭാരതം മുതൽ കൂശ് വരെ 127 സംസ്ഥാനങ്ങൾ വരെ വാണ അഹശ്വേരോശ് ഇവൻ തന്നെ. ആ കാലത്ത് അഹശ്വേരോശ് രാജാവ് ശൂഷൻ രാജധാനിയിൽ തൻ്റെ ആസനത്തിലിരിക്കുമ്പോൾ തൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കും ഒരു വിരുന്ന് കഴിച്ചു. നമുക്കെല്ലാം വ്യക്തമായി അറിയാം, 3-ാം വർഷം അഹശ്വേരോശ് രാജാവിൻ്റെ ആ 3-ാം ദിവസത്തിൽ ഒരു വിരുന്ന് സകല ഭൃത്യന്മാർക്കും സകലർക്കും വേണ്ടി കഴിച്ചു. പാർസിയിലെയും മേദിയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനാധിപതികളും അവൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു. അന്ന് അവൻ തൻ്റെ രാജകീയ മഹത്വത്തിൻ്റെ ഐശ്വര്യവും തൻ്റെ മഹിമാധിക്യത്തിൻ്റെ പ്രതാപവും ഏറിയ നാൾ 180 ദിവസത്തോളം തന്നെ കാണിച്ചു. അങ്ങനെയെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 6 മാസക്കാലം ഈ അഹശ്വേരോശ് രാജാവ് എത്ര നല്ല രീതിയിലാണ് അനേകരുടെ മുമ്പിൽ സകല മഹത്വവും കാണിക്കാനായിട്ട് 6 മാസക്കാലം 180 ദിവസക്കാലം എടുത്തത്. ആ നാളുകൾ കഴിഞ്ഞ ശേഷം രാജാവ് ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും രാജധാനിയുടെ ഉദ്യാന പ്രകാരത്തിൽ വെച്ച് 7 ദിവസം വിരുന്ന് കഴിച്ചു. അവിടെ കൽത്തൂണുകളിന്മേൽ വെള്ളിവളയങ്ങളിൽ ശണനൂലും ധൂമ്ര നൂലും കൊണ്ടുള്ള ചരടുകളാൽ വെള്ളയും പച്ചയും നീലയുമായ ശീലകൾ തൂക്കിയിരുന്നു. ചുവന്നതും വെളുത്തതും മഞ്ഞയും കറുത്തതുമായ മർമ്മരക്കല്ല് പടുത്തിരുന്ന തളത്തിൽ പൊൻകസവും വെള്ളി കസവുമുള്ള മെത്തകൾ ഉണ്ടായിരുന്നു. വിവിധ ആകൃതിയിലുള്ള പൊൻപാത്രങ്ങളിലായിരുന്നു അവർക്ക് കുടിപ്പാൻ കൊടുത്തത്. രാജവീനും രാജപദവിക്ക് ഒത്തവണ്ണം ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ രാജാവ് തൻ്റെ രാജധാനി വിചാരകന്മാരോട് ആരെയും നിർബന്ധിക്കരുത്, ഓരോരുത്തൻ താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ എന്നു കൽപ്പിച്ചിരുന്നതിനാൽ പാനം ചട്ടം പോലെ ആയിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഓരോരുത്തൻ താൻ്റെ മനസ്സുപോലെ ചെയ്തു കൊള്ളട്ടെ. നാം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഓരോരുത്തൻ താൻ്റെ മനസ്സുപോലെ ചെയ്യുവാനുള്ള ഒരു ഫ്രീ വില്ല് ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ മനുഷ്യന് കൊടുത്തിരിക്കുന്ന ആ ഫ്രീ വില്ല് നാം മിസ്യൂസ് ചെയ്യാതെ, നാം ഒരിക്കലും അതിനെ ദുർവിനിയോഗം ചെയ്യാതെ ദൈവം നൽകിയിരിക്കുന്നതായ സ്വാതന്ത്ര്യം ഓരോരുത്തരും മനസ്സുപോലെ ചെയ്തു കൊള്ളുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ നമ്മുടെ രാജാവും കർത്താവും യേശു ക്രിസ്തുവാണ്. ആ രാജാവ് കൽപ്പിച്ചിരിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും മനസ്സുപോലെ ചെയ്തു കൊള്ളുവാൻ. എന്നാൽ ഓരോരുത്തർക്കും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ദൈവം പകരം ചെയ്യുന്ന നാളുകളുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, ഓരോരുത്തരും മനസ്സുപോലെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയിരിക്കുമ്പോൾ തന്നെ നാം വളരെ ഭയത്തോടെ, സത്യസന്ധതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ കർത്താവിൻ്റെ മുൻപാകെ ആയിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. രാജ്ഞിയായ വസ്തിയും അഹശ്വേരോശ് രാജാവിൻ്റെ രാജസന്നിധിയിൽ വെച്ച് സ്ത്രീകൾക്ക് ഒരു വിരുന്ന് കഴിച്ചു. 7-ാം ദിവസം വീഞ്ഞ് കുടിച്ചു ആനന്ദമായിരിക്കുമ്പോൾ അഹശ്വേരോശ് രാജാവ് മെഹുമാൻ, ബിസ്ത, ഹർബോന, വിഗത, അബഗ്ദ, സേദർ, കർക്കസ് എന്നിങ്ങനെ
രാജധാനിയിൽ സേവിച്ച് നിൽക്കുന്ന 7 ഷണ്ഡന്മാരോട് ജനങ്ങൾക്കും പ്രഭുക്കന്മാർക്കും വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം കാണിക്കേണ്ടതിന് അവളെ രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൾ സുമുഖിയായിരുന്നു. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു, രാജകിരീടം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. നമുക്കും ദൈവത്തിൻ്റെ മുൻപാകെ, നമ്മുടെ രാജാതിരാജാവും കർത്താവുമാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മുൻപാകെ രാജകിരീടം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ പല കിരീടങ്ങളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവം മുൻപാകെ നാം എപ്പോൾ ദൈവം നമ്മോട് കൽപ്പിച്ചാൽ അവൻ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം യോഗ്യതയോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ, സത്യസന്ധതയോടെ, ആത്മാർത്ഥമായും ദൈവവചനത്തെ അനുസരിച്ച് അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവാനുള്ള നല്ല മനസ്സോടെ. കാരണം നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോഴും അവൻ എന്ത് കൽപ്പിച്ചാലും അത് ചെയ്യുവനുമെന്നാണ് മറിയ സേവകരോട് പറഞ്ഞത്. 2-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ അങ്ങനെയെങ്കിൽ നമ്മുടെ രാജാതിരാജാവും കർത്താവുമായ അവൻ എന്ത് കൽപ്പിച്ചാലും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഒരു രാജാവാണ്, രാജാവ് കൽപ്പിച്ചു, എന്നാൽ അവൾ അനുസരിച്ചില്ല. അവൾ സുമുഖിയായിരുന്നു. എന്നാൽ ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന മറുത്തു വസ്തി രാജ്ഞി ചെല്ലാതിരുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഷണ്ഡന്മാർ മുഖാന്തരം അയച്ച രാജകൽപ്പന. പലപ്പോഴും ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന കൽപ്പന എന്ന് പറയുന്നത് മനുഷ്യ മുൻപാകെ ഷണ്ഡന്മാരെ പോലെ ഒരുപക്ഷെ നമുക്ക് സ്വീകാര്യമില്ലാത്ത ഒരു വ്യക്തികളായിരിക്കാം. എന്നാൽ ദൈവം അയച്ച കൽപ്പന മറുത്തു ചെയ്യുവാൻ നമുക്ക് സാധ്യതയില്ല. ദൈവത്തിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് പൂർണ്ണതയോടെ തിരിയുവാൻ തക്കവണ്ണം, ദൈവമുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം, അതുപോലെ ഓരോരുത്തരും ആ താന്താങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവം മുൻപാകെ നിൽക്കുവാൻ യോഗ്യതയുള്ളവരായി തീരുവാൻ തക്കവണ്ണം, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ തക്കവണ്ണം, ജലത്തിലിറങ്ങി സ്നാനപ്പെടുവാൻ, പാപത്തിൽ മരിച്ച് ക്രിസ്തുവിനോട് ചേരുവാൻ ആ രാജകൽപ്പന, നമ്മുടെ രാജാതിരാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കൽപ്പന മറുത്ത് പറയാതെ അതിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടെ ആ രാജകൽപ്പന, അഹശ്വേരോസ് രാജാവിൻ്റെ രാജകൽപ്പന വസ്തി രാജ്ഞി മറുത്തു ചെല്ലാതെ ഇരുന്നു. രാജസന്നിധി ചെല്ലാതിരുന്നു. പലപ്പോഴും ദൈവം നമ്മോട് പറയുന്ന കൽപ്പനകൾ നാം അനുസരിക്കാതിരിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് ചെല്ലുവാൻ സാധിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് രാജാവ് ഏറ്റവും കോപിച്ചു. നമുക്കറിയാം, ദൈവ ക്രോധത്തിൽ നിന്നും വിട്ടോടുവാൻ തക്കവണ്ണം യോഹന്നാൻ സ്നാപകൻ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. വരുവാനുള്ള ക്രോധത്തിൽ നിന്നും രക്ഷപ്പെടുവാനാണ് മാനസാന്തരപ്പെട്ട് ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുവാൻ, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ തക്കവണ്ണം ദൈവശബ്ദം യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗത്തിലാണെങ്കിലും യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിലാണെങ്കിലും നമുക്ക് നോഹയുടെ കാര്യം ചിന്തിച്ചാലും മാനസാന്തരമാണ്. ജനം മാനസാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ ആ പെട്ടകത്തിൽ കയറുവാൻ, മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേരുവാൻ, ദൈവരാജ്യത്തിലായിത്തീരുവാൻ തക്കവണ്ണം ദൈവം എല്ലാവരെക്കുറിച്ചും ആഗ്രഹിക്കുന്നു. അങ്ങനെ നാം തിരിഞ്ഞ് ദൈവരാജകൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ ദൈവകോപം നമ്മെ ജ്വലിക്കും. ദൈവകോപം എന്ന് പറയുന്നത് എന്താണ്? അഗ്നി നരകത്തിൽ നമ്മെ ഇടുന്നതാണ് ദൈവകോപം. അവൻ്റെ കോപം അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. ആ രാജാവിൻ്റെ ഉള്ളിൽ രാജകോപം ജ്വലിച്ചു. നമ്മുടെ സർവശക്തനായ ദൈവം മനുഷ്യനെ സ്വന്തം കരം കൊണ്ട് സൃഷ്ടിച്ച ദൈവം, മറ്റുള്ളതെല്ലാം ശബ്ദം കൊണ്ട് സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനെ സ്വന്തം കരം കൊണ്ട് സൃഷ്ടിച്ച ദൈവം ആ മനുഷ്യജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു ക്രിസ്തുവിനെ നമുക്കെല്ലാവർക്കും വേണ്ടി, നമ്മുടെ പാപങ്ങളുടെ മാറ്റത്തിന് വേണ്ടി യേശു പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ തക്കവണ്ണം യേശുവിനെ നൽകി. എന്നാൽ നാം ആ രാജകൽപ്പന അനുസരിക്കാതെ അതിനെ മറക്കുന്നുവെങ്കിൽ ദൈവകോപം ജ്വലിക്കുവാൻ തക്കവണ്ണം ഇടയായി തരും. ആ സമയത്ത് രാജമുഖം കാണുന്നവരും രാജ്യത്ത് പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുമായ കർശന, ശേഥാർ, അദ്മാഥ, തർഷീഷ്, മേരേസ്, മത്സന, മെമുഖാൻ എന്നിങ്ങനെ പാർസിയിലെയും മേധിയിലെയും 7 പ്രഭുക്കന്മാർ അവനോട് അടുത്തു ഇരിക്കുകയായിരുന്നു. രാജ്യധർമ്മത്തിലും
ന്യായത്തിലും പരിജ്ഞാനികളായ എല്ലാവരോടും ആലോചിക്കുക പതിവായിരുന്നതിനാൽ കാലജ്ഞന്മാരായ ആ വിദ്വാൻമാരോട് രാജാവ് ഷണ്ഡന്മാർ മുഖാന്തരം അഹശ്വരേഷ് രാജാവ് അയച്ച കൽപ്പന വസ്തി രാജ്ഞി അനുസരിക്കാത്തതുകൊണ്ട് രാജ്യധർമ്മപ്രകാരം അവളോട് ചെയ്യേണ്ടത് എന്ത് എന്ന് ചോദിച്ചു. രാജകൽപ്പന അനുസരിക്കുക. രാജാവ് നേരിട്ടല്ല പറയുന്നത്, മറിച്ച് രാജാവ് സന്ദേശവാഹകരെ അയക്കുകയാണ്. ഇതുപോലെ ഇന്നും ദൈവത്തിന് എന്തെങ്കിലും സംസാരിക്കുവാനുള്ളത് ദൈവം സ്വയമായി ഭൂമിയിൽ ഇറങ്ങി വന്ന ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയാതെ ദൈവം തൻ്റെ സന്ദേശവാഹകരെ അയക്കുന്നു. ദൈവം പറയുന്നത് നാം അനുസരിക്കാതിരുന്നാൽ അതിനെന്താണ് ചെയ്യേണ്ടത്? ആ ദൈവ സാന്നിധ്യത്തിൽ നിന്നും തീർച്ചയായും മാറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ ഒരു വലിയ നമ്മുടെ പദവി തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് മെമുഖാൻ രാജാവിനോടും പ്രഭുക്കന്മാരോടും ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, വസ്തി രാജ്ഞി രാജാവിനോട് മാത്രമല്ല അഹശ്വരേഷ് രാജാവിൻ്റെ സർവ സംസ്ഥാനങ്ങളിലുമുള്ള സകല പ്രഭുക്കന്മാരോടും ജാതികളോടും അന്യായം ചെയ്തിരിക്കുന്നു. സകലരോടും അന്യായം ചെയ്തിരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? രാജാവിനോട് മാത്രമല്ല വസ്തി അന്യായം ചെയ്തത്, സകലരോടും അന്യായം ചെയ്തിരിക്കുന്നു പറയുമ്പോൾ നാം ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിക്കാതിരിക്കുമ്പോൾ മറ്റ് പലരിലേക്കും അതൊരു ഇമ്പാക്റ്റായിട്ട്, മറ്റ് പലരിലേക്കും അതൊരു പ്രഭാവമായിട്ട്, അല്ലെങ്കിൽ അവരുടെ അകത്തും ഞങ്ങൾക്കും എന്നാൽ അനുസരിക്കേണ്ട എന്നുള്ള ചിന്താഗതിയിലേക്ക് വരുവാനിടയിൽ തീരും. അങ്ങനെയെങ്കിൽ നാം പൂർണ്ണതയോടെ അനുസരിക്കുന്നുവെങ്കിൽ, നാം ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റുന്നുവെങ്കിൽ, ദൈവകൽപ്പന അതുപോലെ അനുസരിക്കുന്നുവെങ്കിൽ മറ്റുള്ള ജനങ്ങൾ അത് കണ്ട് നാം മുഖാന്തരം അവരും ക്രിസ്തുയേശുവിനെ അനുസരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. രാജ്ഞിയുടെ ഈ പ്രവൃത്തി സകല സ്ത്രീകളും അറിയും. അഹശ്വരേഷ് രാജാവ് വസ്തി രാജ്ഞിയെ തൻ്റെ മുൻപാകെ കൊണ്ടുവരുവാൻ കൽപ്പിച്ച് അയച്ചാറെ അവൾ ചെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ തങ്ങളുടെ ഭർത്താക്കന്മാരെ നിന്ദിക്കും. ഇന്നു തന്നെ രാജ്ഞിയുടെ പ്രവൃത്തി കേട്ട പാർസിയിലെയും മേധിയിലെയും പ്രഭുപതിമാൻ രാജാവിൻ്റെ സകല പ്രഭുക്കന്മാരോടും അങ്ങനെ തന്നെ പറയും. ഇങ്ങനെ നിന്ദയും നീരസവും അധികരിക്കും. നമുക്കിവിടെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു, ഒരു ഭവനത്തിൻ്റെ ഒരു രാജാവിൻ്റെ നിന്ദയും നീരസവും അത് മറ്റു പല കുടുംബങ്ങളിലേക്ക് നിന്ദയും നീരസവുമായി അധികരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, നാം ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ആ ദൈവരാജ്യത്തിൻ്റെ നമ്മുടെ കുടുംബത്തിൽ, ക്രിസ്തുവിൻ്റെ കുടുംബത്തിൽ നാം അനുസരണക്കേട് കാണുന്നുവെങ്കിൽ അത് നിന്ദയും അത് നീരസവുമായി തീരുവാൻ, ദൈവനാമത്തിന് തന്നെ നിന്ദയാണ്, അല്ലെങ്കിൽ ദൈവത്തിന് നീരസമായി തീരുവാനിടയെ തീരും. അത് നമുക്കറിയാം, അത് വളരെ വർദ്ധിച്ചു വരുന്ന ഒരു വലിയ ഒരു നിന്ദയുടെ അനുഭവമാണ്. നാം ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റുന്നുവെങ്കിൽ പൂർണ്ണതയോടെ ക്രിസ്തുവോ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നുവെന്ന് നമുക്ക് ഫിലിപ്പിയർ 2-ാം അധ്യായം കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു കൽപ്പനയല്ല, ഇവിടെ ഒരു രാജാവ് തൻ്റെ റാണിയോട് പറയുന്ന ഒരു കൽപ്പന റാണി തിരസ്കരിക്കുന്നു അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുന്നു. നമ്മുടെ രാജാവായ യേശു ക്രിസ്തു പറയുന്ന ആ കൽപ്പന, നമ്മുടെ രാജാവായ യേശു ക്രിസ്തു തികച്ചും അനുസരണമുള്ളവനായിരുന്നു. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു. അങ്ങനെയെങ്കിൽ യേശു കാണിച്ചെന്ന ഒരു നല്ല മാതൃകയാണ് തികവോടെ അനുസരണമുള്ളവരായി ഈ ഭൂമിയിലും നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നാം എല്ലാ നിലവാരത്തിലും ക്രിസ്തുവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിക്കുവാൻ തക്ക വേണം. അതല്ല എങ്കിൽ നീരസവും നിന്ദയും അധികരിക്കും എന്ന വചനത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. രാജാവിന് സമ്മതമെങ്കിൽ വസ്തി ഇനി അഹശ്വരേഷ് രാജാവിൻ്റെ സന്നിധിയിൽ വരരുത് എന്ന് തിരുമുൻപിൽ നിന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിക്കുകയും അത് മാറ്റിക്കൂടാത്തവണ്ണം പാർസ്യരുടെയും മേധിയരുടെയും രാജ്യധർമ്മത്തിൽ
എഴുതിക്കുകയും രാജാവ് അവളുടെ രാജ്ഞിസ്ഥാനം അവളേക്കാൾ നല്ലവളായ മറ്റൊരുത്തിക്ക് കൊടുക്കുകയും വേണം. നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ഒരിക്കലും ആ രാജസ്ഥാനത്തേക്ക് ഇനി വരുവാൻ രാജാവിൻ്റെ ആ സന്നിധിയിലേക്ക് വരുവാൻ സാധ്യതയില്ല. ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, ആ പദവി, ഏൽപ്പിച്ച പദവി മറ്റൊരു നല്ലവളായ, അതിലും നല്ലവളായ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനം. രണ്ട് കാര്യമാണ് ഇവിടെ കാണുന്നത്. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ കൽപ്പനയെ നാം തിരസ്കരിക്കുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നാം വിട്ടുപോകുന്നു. മുടിയനായ പുത്രൻ ആ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വിട്ടുമാറിയതുപോലെ ആ കൽപ്പനയിൽ നിൽക്കാത്തവർ ദൈവസന്നിധിയിൽ നിന്നും വിട്ടുപോകുന്ന അവസ്ഥയിലേക്കും. മറ്റൊന്ന്, നമുക്ക് ലഭിക്കുന്ന സ്ഥാനം, പുത്രത്വത്തിൻ്റെ സ്ഥാനം, ക്രിസ്തുവേശു നമുക്ക് നൽകുന്ന സ്ഥാനം, അത് മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുക എന്നൊക്കെ വേണം ഇടയത്തരും. കാരണം നാം അനുസരിക്കുന്നില്ലെങ്കിൽ, അനുസരണമുള്ളൊരു വ്യക്തിയെ, ദൈവത്തിന് മുഖപക്ഷമില്ല. അതുകൊണ്ട് ദൈവം ആരെ, മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുവാൻ ഇടയെത്തീരും. രാജാവ് കൽപ്പിക്കുന്ന വിധി രാജ്യത്ത് എല്ലായിടവും അതു മഹാരാജ്യമല്ലോ. പരസ്യമാക്കുമ്പോൾ സകല ഭാര്യമാരും വലിയവരോ ചെറിയവരോ ആയ തങ്ങളുടെ ഭർത്താക്കന്മാരെ ബഹുമാനിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അനുസരണം, ആ കൽപ്പനയെ അനുസരിക്കുന്നതോടൊപ്പം തന്നെ എത്ര വലിയ ഒരു പദവിയാണ്. കാരണം അത് ഇവിടെ കാണുന്നത് ഇങ്ങനെ സ്വാധീനിക്കുന്നത്, ഒരു വ്യക്തിയെ അനുസരിക്കുമ്പോൾ ആ അനുസരണം എങ്ങനെയാണ് മറ്റുള്ള അനേകരിലേക്ക് സ്വാധീനം ചെലുത്തുന്നത് എന്നുള്ളൊരു വ്യക്തമായ കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വ്യക്തിപരമല്ല, കുടുംബങ്ങളിലേക്ക്, കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക് വ്യാപിക്കുന്ന ഒരു സ്വാധീനമായി തീരുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ നാം ഈ തലമുറയിൽ വളരെ സ്വാധീനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം ക്രിസ്തു അതുകൊണ്ടാണല്ലോ മരണത്തോളം അനുസരണമുള്ളവനായിത്തീരുന്നത്. അതുപോലെ നാം അനേകർക്ക് സ്വാധീനമാകുവാൻ തക്കവണ്ണം തികഞ്ഞ അനുസരണത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ബഹുമാനമാണല്ലോ. ഈ വാക്ക് രാജാവിനും പ്രഭുക്കന്മാർക്കും ബോധിച്ചു. രാജാവ് മെമൂഖാൻ്റെ വാക്കുപോലെ ചെയ്തു. ഏതു പുരുഷനും തൻ്റെ വീട്ടിൽ കർത്തൃത്വവും നടത്തുകയും സ്വഭാഷ സംസാരിക്കുകയും വേണമെന്ന് രാജാവ് തൻ്റെ സകല സംസ്ഥാനങ്ങളിലും അതതു സംസ്ഥാനത്തേക്ക് അതതിൻ്റെ അക്ഷരത്തിലും അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുതി അയച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, വ്യക്തതയോടെ തീരുമാനങ്ങൾ, കാര്യങ്ങൾ. നമുക്കറിയാം, ദൈവവചനത്തിലാണെങ്കിലും മറ്റൊരു ഭാഷയിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ ഒരുപക്ഷെ നമ്മുടെ സ്വന്തം ഭാഷയിൽ, നാം ജനിച്ച ആദ്യമായി സംസാരിക്കുന്ന ആ ഭാഷയിൽ നാം ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അതത് ഭാഷകളിൽ, ഓരോ സംസ്ഥാനത്തിൽ അതത് ജാതിക്ക് അവരവരുടെ ഭാഷയിലും എഴുതി അയച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ ഓരോ ഭാഷയിലും ദൈവവചനമുണ്ട്. എല്ലാ ഭാഷകളും മനസ്സിലാകത്തക്ക രീതിയിൽ അനേകം മീഡിയയിലൂടെ, അതുപോലെ അനേക ഭാഷകളിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കുവാനും വചനം ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയെത്തീരും. ദൈവവചനം എന്തുകൊണ്ടാണ് അതതു ഭാഷകളിൽ നമുക്ക് ലഭിക്കുന്നത്? ഇവിടെ അഹശ്വേരോശ് രാജാവ് അതതു ഭാഷകളിൽ സകല ജാതിക്കും എഴുത്തയച്ചെന്ന് പറയുമ്പോൾ വളരെ ആഴത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുവാനാണ്. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ സ്വന്തം ഭാഷയിൽ ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തെ ആഴത്തിൽ മനസ്സിലാക്കുകയും നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തെ അനുസരിക്കുവാനാണ് അങ്ങനെ ഭാഷയെക്കുറിച്ച് പറയുന്നത്. യഥാർത്ഥമായി ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റിക്കൊണ്ട്, അവൻ പറയുന്ന ഓരോ കൽപ്പനയും അനുസരിച്ച് നമുക്ക് രാജാതി രാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആരെങ്കിലും എന്നെ കേൾക്കുന്നു, ഇതുവരെയും ക്രിസ്തു യേശുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിനായിട്ടില്ല, യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന ആ മാനസാന്തരത്തിലേക്ക് അല്ലെങ്കിൽ ആ രൂപാന്തരത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇതുവരെ തയ്യാറായിട്ടില്ല എങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നാം ഇനിയും താമസിക്കാതെ, ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നത് കൊണ്ട്, ദൈവരാജ്യം ഏറ്റവും സമീപത്തായിരിക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളെ തുറന്നുകൊണ്ട്, മനസ്സിനെ തുറന്നുകൊണ്ട്, ക്രിസ്തുവിന് വേണ്ടി മുൻതൂക്കം കൊടുത്തുകൊണ്ട്, ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവും കർത്താവെ സ്വീകരിക്കുവാൻ ദൈവം നമ്മെ ഉത്ബോധിപ്പിക്കും. നമ്മുടെ പാപങ്ങളെ ഓരോരുത്തരായി ഏറ്റുപറഞ്ഞ് തികഞ്ഞ അനുസരണം. ഈ അധ്യായം, എസ്തേർ 1-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന തികഞ്ഞ
അനുസരണമാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ആ അനുസരണമാണ് നമ്മുടെ ജീവിതത്തിൽ നീരസവും നിന്ദയും നീക്കിക്കളയുന്നത്. തികഞ്ഞ അനുസരണം. ദൈവത്തെ നാം യഥാർത്ഥമായി പിൻപറ്റുന്നുവെങ്കിൽ, ദൈവത്തെ യഥാർത്ഥമായി നാം മുറുകെ പിടിക്കുന്നുവെങ്കിൽ, ദൈവത്തെ യഥാർത്ഥമായി നാം അനുസരിക്കുന്നുവെങ്കിൽ, ആ അനുസരണം നമ്മുടെ ജീവിതത്തിൽ വലിയ ബഹുമാനത്തിന് ഇടയാക്കി തീരുവാൻ ഇടയെത്തീരും. കാരണം അത് വലിയ സ്വാധീനമായി തീരുവാൻ ഇടയെത്തീരും. അനേകരെ സ്വാധീനിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയെ തീരുവാൻ ഇടയെത്തീരും. ആകെ നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. റീഖാനബ രഗതകല ഓറബന രഗതകല ജനബല രഗതകല. കർത്താവേ, എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മ വ്യക്തമായി ഞങ്ങളോട് സംസാരിക്കുവാൻ ഇടയായി തീർന്നല്ലോ കർത്താവേ. നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച ഭാഗങ്ങൾ, ദൈവം എന്ത് കൽപ്പിച്ചാലും അത് അനുസരിക്കുവാൻ, ദൈവം ഓരോരുത്തരും ദൈവം മനസ്സുപോലെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും ദൈവം എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റുവാൻ, അങ്ങയുടെ കൽപ്പനകളെ അനുസരിക്കുവാൻ, അനുസരണത്തിലുള്ള സ്വാധീനം, അനുസരണത്തിലുള്ള പ്രചോദനം കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ ദൈവമേ റീഖാനബ രഗതകല ഓരോ ജീവിതങ്ങളിലും പ്രാപിക്കത്തക്ക രീതിയിൽ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. റീബാന ഹത്തന രഗതകല. കർത്താവെ, കേൾക്കുന്ന ജീവിതങ്ങൾ ആരെങ്കിലും ക്രിസ്തുവേശുവിനെ സ്വന്തം രക്ഷിതാം കർത്തമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ ദിവസങ്ങളിൽ യഥാർത്ഥമായി യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ ആ റബഹത്തനാരക തങ്ങളുടെ ജീവിതത്തിലെ ആ രാജസ്ഥാനം, രാജാവിനുള്ള സ്ഥാനം രാജാവിന് കൊടുത്ത് രാജാതി രാജാവായ ക്രിസ്തുവേശുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് മുന്നേറുവാൻ ഓരോരുത്തരെയും സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റീബാലഹത്തന രഗതകല ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണം. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. May the Lord bless you all. Amen.